റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നു. ഓഗസ്റ്റ് 15-ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ഇതേ സംബന്ധിച്ച് ചർച്ച നടത്തുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുഎസിലെ അലാസ്കയിലാണ് സമാധാന ചർച്ച നടക്കാൻ പോകുന്നത്. സമാധാന കരാറിനുള്ള മാനദണ്ഡങ്ങൾ അന്ന് ചർച്ചയാകും. 10 വർഷത്തിനു ശേഷമാണ് റഷ്യൻ പ്രസിഡന്റ് യുഎസ് സന്ദർശിക്കുന്നത്. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും വെടിനിർത്തൽ കരാറിലേക്ക് എന്നാണ് ട്രംപിന്റെ വാദം. യുക്രൈന് പക്ഷേ അതിനായി തങ്ങളുടെ ഭൂപ്രദേശങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട്. 3 വർഷം നീണ്ട യുദ്ധം ഇതാ അന്ത്യത്തിലേക്കെന്നാണ് ട്രംപ് പറയുന്നത്. ദ പീസ് പ്രസിഡന്റ് ട്രംപ് സ്വയം വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്: എന്തൊക്കെ ചെയ്താലാണ് ഒരു നൊബേൽ സമ്മാനം നേടാനാവുക എന്ന റിസർച്ചിലായിരുന്നിരിക്കണം കക്ഷി. അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഒഴിവാക്കാൻ ട്രംപിന്റെ ഇടപെടൽ സാധ്യമായെന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് വൈറ്റ് ഹൌസ്. പ്രസിഡന്റ് ട്രംപ് മറ്റൊരു ചരിത്രപരമായ സമാധാന കരാറിന് തുടക്കമിട്ടു എന്ന തലക്കെട്ടോടെ വൈറ്റ് ഹൌസ് പുറത്തുവിട്ട കുറിപ്പിലാണ് വീണ്ടും അവകാശവാദം. പതിറ്റാണ്ടുകളായി നീണ്ടു നിൽക്കുന്ന അസർബൈജാനും അർമേനിയയും തമ്മിലുള്ള സംഘർഷം ട്രംപിന്റെ മധ്യസ്ഥ ചർച്ചയിലൂടെ പരിഹരിക്കാനായെന്ന് കുറിപ്പിൽ പറയുന്നു. അതേ കുറിപ്പിൽ തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിൽ പ്രസിഡന്റ് ട്രംപിന്റെ ഇടപെടൽ കൂടെ എടുത്തു പറഞ്ഞത്. ഇത്തവണ നൊബേൽ സമ്മാനം ട്രംപ് തന്നെ കൊണ്ടുപോകുമോ?